ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഇറാനിലേക്ക് ഒരു എപ്പിക് ഫ്യൂറി എന്ന് പറയുന്ന ഒരു ആക്രമണം തൊടുത്തു. ആ ആക്രമണത്തിന് ശേഷം പിന്നീട് നമ്മൾ കണ്ടത് 2 ആഴ്ചയ്ക്ക് ശേഷം വെടിനിർത്തൽ, വീണ്ടും ആ വെടിനിർത്തൽ നീട്ടുന്നത്, അങ്ങനെ പല പല കാര്യങ്ങളാണ്. അതിനിടയിൽ ഇറാനെ തീർക്കും എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പലതവണ പ്രസ്താവനകൾ മാറി മാറി പറയുന്ന ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാത്ത ഒരു കാര്യമാണ് കണ്ടത്. ഇപ്പോൾ ഈ യുദ്ധം എത്തി നിൽക്കുന്നത് ഉപരോധം വരെയാണ്, ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നം വരെയാണ്. എന്തായാലും കോൺഗ്രസിന്റെ അനുമതി വേണം ഇനി ആക്രമണം നടത്തണമെങ്കിൽ. അതുകൊണ്ട് നേരിട്ടുള്ള ഒരു ആക്രമണത്തിന് അമേരിക്ക തൽക്കാലം മുതിരുന്നില്ല. പകരം ഇസ്രയേലിന്റെ സഹായത്തോടു കൂടി ഇസ്രയേലിനെ കൊണ്ടൊരു ആക്രമണം നടത്തിയാലോ എന്ന ആലോചന ട്രംപ് നടത്തുന്നുണ്ട്. പറഞ്ഞു വരുന്നത് അതിലേക്കാണ്. നമുക്കറിയാം, ഈ ഇറാനെ തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ നേടിയെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഈ ഒരു യുദ്ധം തുടങ്ങിയത്. എന്നാൽ യുദ്ധം തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേർന്നു. അവസാനം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഹോർമുസിന്റെ ഉപരോധം വരെയാണ്. ഹോർമുസിൽ നിലവിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇറാനിൽ നിന്ന് വരുന്ന കപ്പൽ തടയും, ഇറാനിലേക്ക് പോകുന്ന കപ്പലുകളും തടയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതുവരെ 47 കപ്പൽ തടഞ്ഞു എന്നാണ് ട്രംപിന്റെ വാദം. എന്നാൽ അതിനിടയിൽ തന്നെ മറ്റൊരു കാര്യമുണ്ട്. 36 കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നിട്ടുണ്ട്. അത് ഇറാന്റെ കപ്പലാണ്. ഈ പറയുന്നത് പോലെ തന്നെ അമേരിക്കൻ സൈനികരെ നോക്കുകുത്തിയായിട്ട് നിർത്തി അതുവഴി ഈ കപ്പലുകൾ കടന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്നും കൂടി ഇന്ത്യൻ കപ്പൽ അതുവഴി വന്നിട്ടുണ്ട്, ഇന്ത്യൻ വാണിജ്യ കപ്പൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പൂർണ്ണമായിട്ടുള്ള ഉപരോധം എന്ന് പറയാൻ കഴിയില്ല, കാരണം അത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ ഇന്ത്യൻ കപ്പൽ സുരക്ഷിതമായിട്ട്, വാണിജ്യ കപ്പൽ, ചരക്ക് കപ്പൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം വരെ ട്രംപ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രസ്താവനകൾ മാറ്റി മാറ്റി പറയുന്ന ട്രംപ് കഴിഞ്ഞ ദിവസം വരെ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം നിന്നിട്ട് പറയുന്നു ഞങ്ങൾ യുദ്ധം തുടങ്ങുകയാണ്. അതായത് ഇറാൻ കപ്പലുകൾ ഞങ്ങൾ പിടിച്ചെടുക്കും, കടൽ കൊള്ളക്കാരെ പോലെ ഞങ്ങൾ അതിനെ ഏത് വിധേനയും ബലമായിട്ട് പിടിച്ചടക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, ഏതാണ് വിശ്വസിക്കുക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങളെന്ന്. അതായത് ഓരോ സമയത്തും ഓരോ രീതി കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. മാത്രമല്ല, നുണകൾ കൊണ്ട് യുദ്ധങ്ങളെ ന്യായീകരിക്കുന്ന ഈ ഒരു അധിനിവേശ തന്ത്രങ്ങൾക്കിടയിൽ ലോകത്തിന്റെ മുഴുവൻ പിന്തുണയോടെ ഇറാൻ നടത്തുന്ന അചഞ്ചലമായിട്ടുള്ള ചെറുത്തുനിൽപ്പും ആയുധങ്ങൾ കൊണ്ട് ഭരിക്കാൻ നോക്കുന്നവർക്ക് ഇറാൻ നൽകുന്ന മറുപടിയും വലിയൊരു കാര്യം കൂടിയാണ്, ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എന്തായാലും നീതിയില്ലാത്ത സമാധാനത്തെക്കാൾ അന്തസ്സുള്ള പോരാട്ടമാണ് ശ്രേഷ്ഠമെന്നാണ് ഇറാൻ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഈ ഒരു അധികാരക്കളി മാനവരാശിക്ക് ഭീതി നൽകുമ്പോൾ പതറാതെ ഇറാന്റെ നിലപാടുകൾ ലോകത്തെ അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്ക് ആവേശമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് അവർ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല. അവരുടെ ഉപാധികൾ ശരിവെക്കുന്നത് വരെ അവരുടെ നിലപാടുമായിട്ട് ഇറാൻ രംഗത്ത് നിൽക്കും. അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കേവലം കുറഞ്ഞ നാളുകൾക്കുള്ളിൽ 1,15,600 ടണ്ണിലധികം യുദ്ധ സാമഗ്രികളാണ് പശ്ചിമേഷ്യയിലേക്ക് ഒഴുകിയെത്തിയത്. ഇതിൽ സിംഹഭാഗവും ജനവാസ മേഖലകളെ നിമിഷ നേരം കൊണ്ട് തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക എയർ ടു ഗ്രൗണ്ട് മിസൈലുകളും ഏത് ദുർഘടമായിട്ടുള്ള ഭൂപ്രകൃതിയിലും ഇരച്ചു കയറാൻ തക്കവണ്ണം നിർമ്മിച്ച ജോയിന്റ് ലൈറ്റ് ടാക്ടിക്കൽ വെഹിക്കിൾസ് പോലുള്ള യുദ്ധവാഹനങ്ങളുമാണ്. ഒരു വശത്ത് ലോകവേദികളിൽ വെടിനിർത്തലിനെ കുറിച്ചും സമാധാന ചർച്ചകളെ കുറിച്ചും വാചാലമാവുകയും മറുവശത്ത് ഇസ്രായേലിനെ ഒരു കൂറ്റൻ ആയുധപ്പുരയാക്കി മാറ്റുകയും ചെയ്യുന്ന അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ് ലോക മനസാക്ഷിയെ പച്ചയായിട്ട് പരിഹസിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി അമേരിക്കയ്ക്ക് ഒരു യുദ്ധം ചെയ്യണമെങ്കിൽ അവിടുത്തെ പാർലമെന്റിന്റെ അനുമതി വേണം. കാരണം ഈ ഏതെങ്കിലും തരത്തിൽ അവർക്കെതിരെ ഒരു മാനനഷ്ടങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും അവർക്ക് വലിയ രീതിയിലുള്ള ദുരന്തങ്ങളോ അവിടുത്തെ സാധാരണക്കാരെ ഏതെങ്കിലും ആ ഒരു യുദ്ധത്തിൽ പൊലിഞ്ഞു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചടിക്കാനുള്ള തീർച്ചയായിട്ടും ഒരു അനുമതിയുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് തെളിയിക്കണം. അതിൻ്റെ മാത്രമല്ല ഈ പാർലമെന്റിന്റെ പിന്തുണയും വേണം. എന്തായാലും അതിലേക്ക് ഞാൻ പറഞ്ഞു വരാം. ഈ സമാധാനത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് ഈ ആയുധക്കടത്ത് യഥാർത്ഥത്തിൽ ഇറാന്റെ ഹൃദയമിടിപ്പിന് നേരെ ഉന്നം പിടിച്ച ലോഡ് തോക്കിന് തുല്യമാണ്.
മധ്യപൂർവ്വ ദേശത്ത് തങ്ങളുടെ സാമ്പത്തിക സൈനിക ആധിപത്യം ഉറപ്പിക്കാൻ അമേരിക്ക ഉപയോഗിക്കുന്ന വെറും ഒരു ഉപകരണം അഥവാ പ്രോക്സി മാത്രമായിട്ട് ഇസ്രയേൽ ഇന്ന് മാറിയിരിക്കുന്നു എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. അതായത് ഇസ്രയേലിലെ സാധാരണ ജനങ്ങൾ പോലും ഈ ഒരു അവസാനമില്ലാത്ത യുദ്ധത്തിലും കുതിച്ചുയരുന്ന ജീവിത ചെലവിലും പൊറുതിമുട്ടുമ്പോഴും ജനവികാരം അവഗണിച്ച് അമേരിക്കയിലെ യജമാനന്മാരുടെ അജണ്ട നടപ്പിലാക്കാനാണ് നെതന്യാഹു ഭരണകൂടം ശ്രമിക്കുന്നത്. അമേരിക്കൻ സൈനിക മിഷനുകളും ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയവും സംയുക്തമായിട്ട് നടത്തുന്ന ഈ ഒരു ആയുധ കൈമാറ്റം കേവലം ഒരു പ്രതിരോധ കാര്യങ്ങൾക്കുള്ളതല്ല, മറിച്ച് ഇറാൻ എന്ന പരമാധികാര രാഷ്ട്രത്തിന്റെ ഭൂപടം മാറ്റിവരയ്ക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ്. അമേരിക്കൻ നികുതി പണക്കാരുടെ അധ്വാനം പശ്ചിമേഷ്യയിൽ രക്തപ്പുഴകൾ ഒഴുക്കാൻ ഉപയോഗിക്കുന്നതിലൂടെ ജനാധിപത്യത്തിന്റെ കാവൽക്കാരാരാണെന്ന് അവകാശപ്പെടുന്നവരുടെ തനി നിറം ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു അധികാര കളിക്ക് ഇസ്രായേൽ വില കൊടുക്കുന്നത് സ്വന്തം സുരക്ഷയും അന്തസ്സും പണയപ്പെടുത്തിക്കൊണ്ടാണ്. അതായത് ഇസ്രായേലിലേക്ക് വലിയ സഹായം അമേരിക്ക ചെയ്യുകയാണ്. അമേരിക്കൻ ജനാധിപത്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു ഭരണഘടനാ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം പ്രസിഡന്റ് ആയുധധാരികൾക്ക് കടിഞ്ഞാണിടാൻ കൊണ്ടുവന്ന 1973 വാർ പവേഴ്സ് ആക്ട് ഇന്ന് വൈറ്റ് ഹൗസ് ചവറ്റുകുട്ടയിലേക്ക് എടുത്തറിഞ്ഞിരിക്കുകയാണ്. ഈ നിയമപ്രകാരം വിദേശ മണ്ണിലെ ഏതൊരു സൈനിക ഇടപെടലിനും 60 ദിവസത്തിനകം കോൺഗ്രസിന്റെ കൃത്യമായിട്ടുള്ള അനുമതി വാങ്ങിയിരിക്കണം. ഈ മെയ് 2 അവസാനിച്ചപ്പോൾ അത് ട്രംപിന് മാറി. ഇനിയൊരു അനുമതി വേണം. എന്തായാലും നിയമത്തെയും ജനാധിപത്യ മൂല്യങ്ങളെയും പരസ്യമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ടാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. അതായത് ലോക സമാധാനത്തിന് ഇത് വലിയ ഭീഷണിയായിട്ട് മാറുകയാണ്. നമ്മളിപ്പോൾ വെടിനിർത്തലിൽ ആണെന്നും അതിനാൽ ഈ നിയമം ബാധകമല്ല എന്നുമുള്ള ഭരണകൂടത്തിന്റെ വിചിത്രമായിട്ടുള്ള വാദം വെറും ഒരു കണ്ണിൽ പൊടിയാണ് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ യുദ്ധത്തിലല്ല എന്ന് ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ മറ്റൊന്നാണ് ശരിക്കുമുള്ള കാര്യം. അതായത് ഇറാന്റെ സുപ്രധാന തുറമുഖങ്ങൾ അമേരിക്കൻ നാവികസേന ഉപരോധിച്ചിരിക്കുന്നു. അവരുടെ എണ്ണക്കപ്പലുകൾ കടലിൽ തടയപ്പെടുന്നു. ഇസ്രയേലിൽ ടൺ കണക്കിന് യുദ്ധ സാമഗ്രികൾ കുന്നുകൂടുന്നു. ഇതിന് യുദ്ധമല്ല എന്ന് വിളിക്കുന്നത് ലോക ജനതയെ ഒന്നടങ്കം പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഇത് യുദ്ധമല്ലെന്ന് ട്രംപിന് എങ്ങനെ പറയാൻ കഴിയുമെന്നാണ് അവിടുത്തെ ജനങ്ങൾ പോലും ചോദിക്കുന്നത്. നമുക്കറിയാം, ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിന് ഒരു യുദ്ധ കൊതിയനാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ അമേരിക്കയ്ക്ക് ഒരു അനുമതിയില്ലാതെ ആക്രമണം നടത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ അമേരിക്കയുടെ അല്ലെങ്കിൽ സഹായത്തോടെ വലിയ രീതിയിലുള്ള യുദ്ധം ഇപ്പോൾ ഇറാനിലേക്ക് ഇസ്രയേലിന് വഴി നടത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഉറച്ചൊരു ലക്ഷ്യമൊന്നും പല തവണയും ട്രംപിനില്ല. പക്ഷേ പല പല വഴികളിലൂടെയാണ് ട്രംപ് ഓരോ സമയവും സഞ്ചരിക്കുന്നത്. ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രയേലിനെ കൊണ്ട് അവിടെ അങ്ങോട്ടേക്ക് ആക്രമണം നടത്തുക എന്ന ലക്ഷ്യം മാത്രമാണ്. നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 60 ദിവസത്തെ ആ ഒരു കാലയളവ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ആ പാർലമെന്റിന് മുമ്പാകെ ഈ കാര്യം തെളിയിക്കണം. അതായത് ഇങ്ങോട്ടേക്ക് ആക്രമണം നടത്തി ഇവിടുത്തെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അതുകൊണ്ടാണ് എന്നുള്ള രീതി തെളിയിക്കണം. അല്ലാത്ത പക്ഷം അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപിന് നേരിട്ടൊരു യുദ്ധത്തിന് സാധ്യമല്ല. അപ്പോൾ ഈ ട്രംപിന് മറുവശം കൂടി നോക്കണം. കാരണം നവംബറിൽ ഇലക്ഷൻ വരികയാണ്. ആ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ തന്നെ ഇറാനിലേക്ക് ഈ ഒരു ആക്രമണം വേണ്ട എന്ന് പറയുന്ന ഒരു പറ്റം ജനത അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. ട്രംപിനെതിരെ തിരിയുകയാണ്. ട്രംപിന്റെ ശതമാനങ്ങൾ കുറയുകയാണ്. അതായത് ട്രംപിനെ അനുകൂലിക്കുന്നവരുടെ എണ്ണം കുറയുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇനി ട്രംപിന് പാർലമെന്റിന്റെ ചില കാര്യങ്ങൾ കേട്ടേ പറ്റൂ. പാർലമെന്റ് കോൺഗ്രസിന്റെ ചില കാര്യങ്ങൾ മുന്നിൽ വിട്ടുവീഴ്ച നടത്തിയേ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇപ്പോൾ ആ ഒരു യുദ്ധത്തിലേക്ക് പോകാത്തത്. നമുക്കറിയാം, യുദ്ധം തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നീട് യുദ്ധങ്ങളൊന്നും വലിയ രീതിയിൽ അമേരിക്ക നടത്തിയില്ല. പിന്നീട് നമ്മൾ കണ്ടത് ഫുള്ള് എന്ന് പറയുന്നത് വെടിനിർത്തൽ മാത്രമായിരുന്നു. നീട്ടിവെക്കുക, വെടിനിർത്തൽ വരിക, നീട്ടിവെക്കുക, വെടിനിർത്തൽ വരിക. കാരണം അമേരിക്കയ്ക്ക് അത് കൂടുതലായിട്ട് നടത്താൻ കഴിയില്ല എന്ന് അമേരിക്കയ്ക്ക് ബോധ്യമായി. ഇപ്പോൾ നിലവിൽ പൂർണ്ണമായിട്ട് അമേരിക്കയ്ക്ക് ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്ലാനിങ്ങിലൂടെ ഈ ഇസ്രായേലിനെ രംഗത്തിറക്കിയിരിക്കുകയാണ്. ഇസ്രായേലിനെ രംഗത്തിറങ്ങിയാൽ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് റഷ്യയും ചൈനയും രംഗത്തിറങ്ങും. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, റഷ്യയും ചൈനയും ഇതിലേക്ക് ഇടപെടുന്നു എന്നുള്ളത്. എന്തായാലും
എന്തായാലും ഈ ഒരു നീക്കമാണ് ഇപ്പോൾ ട്രംപ് നടത്തുന്നത്. ഇത് ഏറ്റവും അപകടകരമായിട്ടുള്ള നീക്കമാണെന്നാണ് ഇറാൻ പറയുന്നത്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഈ ഒരു യുദ്ധത്തിൽ അത്ര ഭയം കൊള്ളുന്നില്ല എന്നതാണ്. കാരണം ഇത്രയേറെ വെടിനിർത്തലുകളും ഇത്രയേറെ പ്രശ്നങ്ങളും അവിടുത്തെ ജീവനുകൾ പൊലിഞ്ഞിട്ട് പോലും ഈ ഇറാൻ ഈ ഒരു യുദ്ധത്തിലേക്ക് പിന്മാറാതെ അവിടെ അടിയുറച്ചു നിൽക്കുന്നത് അവരുടെ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ അവർക്ക് തന്നെ വേണമെന്നുറച്ച് വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി പോരാടാൻ നിൽക്കുന്ന ഒരു ജനതയും കൂടി അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മണ്ണ് അവർക്ക് സ്വന്തമാണ്, അവരുടെ അവകാശങ്ങൾ, അവരുടെ കാര്യങ്ങൾ അതെല്ലാം അവർക്ക് വേണം. അത് ആർക്കും മുന്നേ അത് അടിയുറച്ച് അല്ലെങ്കിൽ അടിയറവ് പറയാനുള്ളതല്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഇറാൻ അറിയാം. അതുകൊണ്ട് ഇറാൻ അത്തരം നീക്കങ്ങളിലേക്ക് പോകുന്നില്ല. എന്തിനും ഏതിനും ഞങ്ങൾ സജ്ജം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ നിൽക്കുന്നത്. എന്തായാലും സമാധാന ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ തന്നെ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അലി ഖമേനി ഉൾപ്പെടെയുള്ള ലക്ഷ്യം വെച്ച് കൊലപ്പെടുത്തിയ ചതിയുടെ കറുത്ത ചരിത്രമുള്ള അമേരിക്കയെ ഇനി ആര് വിശ്വസിക്കുമെന്നുള്ള ചോദ്യമാണ് ഇറാനിൽ നിന്ന് ഉയരുന്നത്, ഇറാൻ ജനത ഉയർത്തുന്നത്. എന്തായാലും ഇറാനിലെ ഓരോ പൗരന്റെയും ആത്മാഭിമാനത്തിന് മുറിവായിരുന്നു അത്. ദൈവത്തിന്റെ സഹായത്താൽ അമേരിക്ക ഇല്ലാത്ത ഒരു ഭാവി എന്ന മുജ്തബ ഖമേനിയുടെ പ്രഖ്യാപനം വെറും ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല, മറിച്ച് സാമ്രാജ്യത്വത്തിന്റെ നുകത്തിന് കീഴിൽ ജീവിക്കാൻ വിസമ്മതിക്കുന്ന ഒരു ജനതയുടെ ആകത്തുകയാണ്. എന്തായാലും ഇറാന്റെ ചെറുത്തുനിൽപ്പ് കേവലം ഒരു വാക്കുകളിൽ ഒതുങ്ങുന്നില്ല എന്നത് മാത്രമല്ല, അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനെ വെച്ച് കളിക്കുന്ന കളി ഇസ്രായേലിന് ഒരു അമേരിക്കയുടെ പട്ടി ആയി എന്ന പോലെ രീതിയിലേക്കാണ് വരുന്നത്. കാരണം പണ്ടൊക്കെ ഇസ്രായേൽ പറയുന്നത് അമേരിക്ക അനുസരിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ. ഇപ്പോൾ ട്രംപ് പറയുന്നത് കേട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നീങ്ങുന്ന ഒരു കാര്യമാകുന്ന, അതായത് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. എന്നിരുന്നാലും ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോഴും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അതൊന്നും ഒരു പ്രശ്നമല്ല. ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് ആക്രമണം കിട്ടിയാലും ശരി, അമേരിക്കയുടെ കയ്യിൽ നിന്ന് ആക്രമണം കിട്ടിയാലും ശരി, ഞങ്ങൾ തിരിച്ച് അമേരിക്കയുടെ എയർബേസുകളെ ലക്ഷ്യം വെക്കും, അമേരിക്കൻ കപ്പലുകളെ ഞങ്ങൾ തീർത്തും മുക്കും എന്നുള്ള കാര്യം തന്നെയാണ് അടിയുറച്ച് ഇറാൻ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു യുദ്ധം എങ്ങോട്ടാണ് എന്നുള്ളൊരു ചോദ്യം വളരെ നിർണായകമാണ്. പക്ഷേ ഇതിനിടയിലേക്ക് റഷ്യയൊക്കെ വന്ന് ഒരു സമാധാനം കൊണ്ടുവന്നാൽ, ആ സമാധാനത്തിന് ഒരു അറുതി വന്നാൽ അത് വലിയ രീതിയിലുള്ള ഫലപ്രദമായിട്ട് മാറും ലോകരാജ്യങ്ങൾക്ക്. എന്നിരുന്നാലും ഇനി ഈ ഇസ്രായേലിന്റെ യുദ്ധക്കൊതി കാരണം, അതായത് ഇസ്രായേലിന്റെ ഒരു യുദ്ധക്കൊതി എന്ന് പറയുന്നത് ജയിലിൽ പോകാൻ മടിയുള്ളത് കൊണ്ടാണ് നെതന്യാഹു ഈ ഒരു യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. യുദ്ധം ഇല്ലെങ്കിൽ ഏത് നിമിഷവും ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെ ക്രിമിനൽ കുറ്റത്തിന് അകത്തിടാവുന്ന എല്ലാ മുറകളും ഉണ്ട്. അപ്പോൾ എത്രയും വേഗം അത് പോകും എന്നുള്ള ഒരു കാര്യം ഈ പറയുന്ന നെതന്യാഹുവിന് അറിയാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള വഴിയാണ് ഈ നെതന്യാഹു നോക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു യുദ്ധങ്ങൾ നടത്തി, അതുകൊണ്ടാണല്ലോ ലെബനാനിലേക്കും ഗസയിലും ഒക്കെ ഒരു വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത്. കാരണം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ആക്രമണം നടത്തണം, വീണ്ടും നിർത്തണം, വീണ്ടും ഒരു ആക്രമണം നടത്തണം, ഇല്ലെങ്കിൽ ഏത് നിമിഷവും ജയിലിൽ പോകാം. ആ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ അമേരിക്കയുടെ ഒരു വലിയ ഓഫർ ഇപ്പോൾ ഈ നെതന്യാഹുവിന് വന്നിരിക്കുന്നത്. പക്ഷെ അത് നെതന്യാഹു എത്രത്തോളം എടുത്ത് ഉപയോഗിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം നെതന്യാഹു രംഗത്തെത്തി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള യുദ്ധത്തിലേക്കായിരിക്കും പിന്നീട് പശ്ചിമേഷ്യ പോകുന്നത്, പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുന്നതും അതായിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും ഈ പറയുന്നത് പോലെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുന്നിൽ അടിയറവ് പറയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാനും. അത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാക്കുന്നത്. കാരണം രണ്ട് കൂട്ടരും ഒരു വലിയൊരു യുദ്ധത്തിന് തുടക്കം കുറിക്കുമോ അല്ലെങ്കിൽ ആ യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്.